നമ്മുടെ ഫേസിലെ സൺ ടാന് പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിന്നൊന്ന് ഗ്ലോ ആവാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് യങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ചിലരുടെ ഫേസിൽ ഭയങ്കരമായിട്ട് ഡ്രൈനെസ് ഉണ്ടാവും. ആ ഒരു ഡ്രൈ അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം സ്കിൻ എന്തോരം ഗ്ലോ ആയിട്ടുണ്ടെന്ന്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തെ കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സൺ ടാന് പിഗ്മെൻറ്റേഷൻ ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ മാറാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് യങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. വെറും 3 ഇൻഗ്രീഡിയൻസും മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള അടിപൊളി ഒരു ഫേസ് പാക്കാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു ഫേസ് പാക്ക്. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഒരു 7 ദിവസത്തേന് നമുക്കിത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഒരു 30-35 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ നമ്മുടെ ഫേസിൽ നന്നായിട്ട് ഡ്രൈനെസ് ഒക്കെ ഉണ്ടാവും, ചുളിവുകളൊക്കെ ഉണ്ടാവും. ഈ ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് യങ്ങാക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ്. അപ്പം ഞാൻ 1 സ്പൂൺ തൈര് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. തൈര് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സൺ ടാന് പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിലേക്ക് ഇനി അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞളാണ്. മഞ്ഞൾ നമ്മൾ 1 നുള്ളു മഞ്ഞൾ ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു മഞ്ഞൾ നമ്മൾ പച്ചമഞ്ഞൾ പൊടിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ, കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞളല്ല. അപ്പോൾ ഈ ഒരു മഞ്ഞൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വേണ്ട കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ 1 സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനെസ് ഒക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ 1 സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു 3 ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഫേസ് പാക്കിന്. നമുക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാനായിട്ടും യങ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ സൺ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ സൺ ടാൻ മാറ്റാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പം നമ്മൾ ഇത് ഒരു തവണ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു 7 ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തൈര് കൊണ്ടുള്ള അടിപൊളി ഒരു ഫേസ് പാക്കാണ്. അതും വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫേസിലെ കരിവാളിപ്പ് മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ ഡ്രൈനെസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനെസ് മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഡ്രൈനെസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. അപ്പം നമ്മൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നവരാണെങ്കിൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ഡള്ളായിട്ടായിരിക്കും ഇരിക്കുന്നത്. ആ ഒരു ഡൾനെസ് ഒക്കെ മാറ്റാനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് റീഫ്രഷ് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ ആ ഒരു കരിവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, എല്ലാവരുടെയും കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നല്ല റിസൾട്ടും കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു 20 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം സ്കിൻ എന്തോരം ഗ്ലോ ആയിട്ടുണ്ടെന്ന്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് റിസൾട്ടാണ്. നമ്മുടെ ഫേസിലെ കരിവാളിപ്പൊക്കെ മാറ്റാനായിട്ടും മുഖക്കുരു വന്നിട്ടുള്ള പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. സൂപ്പർ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.